ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താ പറയാ, അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തോന്നി. ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വീഡിയോയുടെ ഒന്നും മെയിൻ കണ്ടന്റ് ഇതല്ലാത്തതുകൊണ്ട് വീഡിയോ കാണുന്നവർ ഇങ്ങനെ കേട്ടു പോകത്തേ ഉള്ളായിരിക്കും. അപ്പൊ ഈ ഒരു സംഭവം എന്താണ് ഇതിലേക്ക് എത്തിക്കാനുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഇതായിരുന്നു ഒരു റീസൺ ആയിട്ട് 2-3 ദിവസമായിട്ടുള്ള എന്റെ അവസ്ഥ ഇപ്പോഴും ഹീലായി വരുന്നതേ ഉള്ളൂ. ഈ അവസ്ഥയിലോട്ട് ഞാൻ എങ്ങനെ എത്തി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണം തോന്നി. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന ക്ലെൻസിങ് ഓയിൽ ഈ ഒരു ഐറ്റം ആയിരുന്നു. ഓ മൈ ഗോഡ്, ഇത് റൈറ്റ്സ് വാട്ടർ ബ്രൈറ്റ് ക്ലെൻസിങ് ഓയിൽ ആണ്, ഫേസ് ഷോപ്പിന്റെ. ഇതിന്റെ റേറ്റ് വരുന്നൊരു 1000 അടുപ്പിച്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ക്ലെൻസിങ് ഓയിൽ, ഇനി ഞാൻ പറയാം ക്ലെൻസിങ് ഓയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. നമ്മൾ സൺസ്ക്രീനും അതുപോലെ സ്കിൻ കെയറും അതുപോലെ മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ മേക്കപ്പ് ആണെങ്കിലും ഇതെല്ലാം മെയിൻ ആയിട്ട് സൺസ്ക്രീൻ. എനിക്കുള്ള ഇഷ്യൂ സൺസ്ക്രീന്റെയും ഈ ഒരു സ്കിൻ കെയറിന്റെ ആയിരുന്നു. ഇത് നമ്മൾ രാത്രി മെയിൻ ആയിട്ട് നമ്മുടെ സൺസ്ക്രീൻ ഒക്കെ നമ്മുടെ സ്കിന്നിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യും, അതായത് നമ്മുടെ പോഴ്സിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യും. അത് ക്ലോഗ് ആയിട്ട് കുരു വരാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ചിലർക്ക് സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ കുരു വരുന്നത്. അതുപോലെ നമ്മൾ മോയ്സ്ചറൈസർ ഇടാതെ സൺസ്ക്രീൻ ഇടുന്നവർക്ക് കുരു പെട്ടെന്ന് കൂടാനുള്ള പോസിബിലിറ്റിയും അതും ഹൈ ആണ്. അപ്പോൾ ഈ നമ്മൾ സൺസ്ക്രീൻ കഴുകി കളഞ്ഞാൽ പോരെ എന്നുള്ളതാണ്. നമ്മൾ ഫേസ് വാഷ് വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മെസ്ലർ വാട്ടർ വെച്ചോ ഇതൊന്നും വെച്ചിട്ട് ഈ സൺസ്ക്രീൻ കഴുകിയാൽ പോകത്തില്ല. അതായത് നല്ല രീതിയിൽ ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവും. എന്നാൽ ഇത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്യണം. അതിന് നമ്മളൊരു ക്ലെൻസിങ് ഓയിലും ഒരു എന്താ പറയാ സാധാ ക്ലെൻസറോ ഫേസ് വാഷും കൂടി ഉപയോഗിക്കണം. അപ്പൊ എല്ലാവരും ചോദിക്കും ക്ലെൻസിങ് ഓയിൽ എണ്ണയല്ലേ, ഓയിലി സ്കിന്നിന് ഉപയോഗിക്കും. മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്ന പറയുമ്പോൾ ഇതൊരു എണ്ണയല്ല, എണ്ണ പോലെ ഇരിക്കും കാണാൻ. അപ്പൊ നമ്മൾ ഇതിങ്ങനെ എന്താ പറയാ റബ്ബ് ചെയ്തൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഇതിൽ നമ്മുടെ മുഖത്തുള്ള സീബം, കുഞ്ഞു കുഞ്ഞ് കുരുക്കള്, ബ്ലാക്ക് ഹെഡ്സ്, ക്ലോഗ് ആയിട്ടുള്ള പോഴ്സ് ഇതെല്ലാം മാറിയിട്ട് ക്ലീൻ ആവും. മനുഷ്യൻ നമുക്കൊരു ക്ലീൻ ബേസ് കിട്ടും. അത് ഫുൾ ക്ലീൻ ആയിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇളകി വരും. അപ്പൊ ഈ സംഭവം എന്നിട്ട് നമ്മൾ അതൊന്ന് വാഷ് ചെയ്ത് അപ്പോഴേക്കും വെള്ളം നനയ്ക്കുമ്പോഴേക്കും ഇതൊരു സോപ്പ് പോലെ ആവും. എന്നിട്ട് ഇത് വാഷ് ചെയ്തിട്ട് ഒരു ഫേസ് വാഷും കൂടെ ഇട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യുമ്പോഴേക്കും ഒരു ക്ലീൻ ബേസ് നമുക്ക് കിട്ടും. നമ്മുടെ സൺസ്ക്രീനും എക്സസ് ആയിട്ടുള്ള മേക്കപ്പും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് റിമൂവ് ആയിട്ട് പിന്നെ നമുക്ക് നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ വേണ്ടി ഒരു ക്ലീൻ ബേസ് കിട്ടും. ഇനി ഇത് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുരു വരും, സ്കിൻ ഇഷ്യൂസ് വരും, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് എന്റെ കമന്റ്സിൽ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ സ്കിൻ കെയർ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുരു വന്നു എന്നുള്ളൊരു സംഭവം പറയുന്നത്. ഓക്കെ, ഇനി എനിക്ക് ഉണ്ടായ ഇഷ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് സിവിയർ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്നെ പ്രോൺ സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിന്നാണ്, ബട്ട് ആക്നെ പ്രോൺ ആയിട്ടുള്ള നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അതായത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ആക്നെ വരും. ഈവൻ ഒരു മുട്ടായി കഴിച്ചാലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡിനകത്ത് വ്യത്യാസം വന്നാലോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താലോ അവിടെയൊക്കെ കുരു വരുന്ന ടൈപ്പ് ഒരു സ്കിന്നാണ്. അപ്പൊ ഞാൻ ഈ ക്ലെൻസിങ് ഓയിൽ തീർന്നപ്പോൾ ക്ലെൻസിങ് ഓയിൽ എന്താ പറയുക കുറച്ച് ദിവസം ഇനി ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് നോക്കാം എന്നുള്ള രീതിയിലും കുറച്ച് നാളിരുന്നു. അതിന് ശേഷം ഞാൻ നിരച്ചു. എനിക്ക് എന്താ പറയാ ഭയങ്കര അഴുക്ക് ഫീൽ ചെയ്തപ്പോഴേക്കും ഞാൻ പിന്നെ ഓർഡർ ചെയ്തു. എന്തിനാ അധികം വെയിറ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട്. ഇതല്ല, ഞാൻ വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സാധനം ആമസോണിൽ കറങ്ങി ദിവസങ്ങൾ എടുത്തിട്ട് ഫൈനലി ഇന്നലെയാണ് എനിക്ക് ഈ സാധനം കൈ കിട്ടിയത്. അപ്പൊ ഇന്നലെ കൈ കിട്ടിയത് വരെ എന്റെ മുഖത്തെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് സിവിയർ ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. നമ്മൾ മുഖത്തിൽ അഴുക്ക് പിടിച്ച പോലെ എന്തിട്ടാലും ഇങ്ങനെ റബ്ബ് ചെയ്ത് വരുന്ന രീതിയിലായിരുന്നു. കാരണം ക്ലീൻ ആയിട്ടുള്ളൊരു എന്താ പറയുക സർഫസിൽ നമുക്ക് വർക്ക് ചെയ്യും. അതിന്റെ മണ്ടിൽ വീണ്ടും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇടും. നമുക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണോ, സൺസ്ക്രീൻ ഇടാതെ പുറത്തും പോകാൻ പറ്റില്ല. അത് കാരണം ഇവിടെ സിവിയർ ആയിട്ടുള്ള രീതിയിൽ ക്ലോഗ് ആയിട്ട് കുരു വന്നു. പറയുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ലല്ലോ, ക്ലോഗ് ചെയ്യും, കുരു വരും. അപ്പം എനിക്കത് ഭയങ്കര ഇറിറ്റേഷൻ എന്ന് പറയുമ്പോൾ വേദന എടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കുരു. അപ്പോൾ അത് കാരണം ഞാൻ ആകെ കൂടെ നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. എന്നാലും ഈ സാധനം വന്നപ്പോഴേക്കും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഈ സാധനം എങ്ങനെ ഉണ്ടെന്നും കൂടെ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഓപ്ഷൻ പറയാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നല്ലതാണ്. അപ്പൊ അങ്ങനെ ക്ലീൻ ആക്കി ഫുള്ള് ഇതാക്കിയപ്പോഴേക്കും എനിക്കൊരു ഭയങ്കര സമാധാനമായി. ഇനി ഒരു 2-3 ഡേയ്സിനുള്ളിൽ ഇതൊക്കെ ഒന്ന് കുറഞ്ഞ് ഫുള്ള് ക്ലീൻ ആവും. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് നല്ല ആക്നെ പ്രോൺ സ്കിൻ അല്ലെങ്കിൽ കുരു വരുന്ന സ്കിന്നുള്ളവർ, ഓയിലി സ്കിന്നുള്ളവർ, കോമ്പിനേഷൻ സ്കിന്നുള്ളവർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലെൻസിങ് ഓയിൽ ഉപയോഗിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഇഷ്യൂസ് വരും. ഇപ്പൊ ക്ലെൻസിങ് ഓയിൽ നിങ്ങൾ സ്കിൻ കെയർ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞ മെത്തേഡ് ചെയ്യാം. നിങ്ങൾക്ക് അത്യാവശ്യം പൈസ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മേടിക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയുമ്പോൾ വെള്ളം പോലെ ഇരിക്കുന്ന എന്നാൽ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും. ഇനി ഡബിൾ ക്ലെൻസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? അഫോർഡബിൾ ആയിട്ടുള്ള വേറെ ക്ലെൻസിങ് ഓയിൽ ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് ഉള്ള മാർക്കറ്റിലുള്ള അത്യാവശ്യം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ക്ലെൻസിങ് ഓയിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു.
പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു തരാം. ഞാൻ അധികം യൂസ് ചെയ്യാതെ ബാക്കിയുള്ളവർ യൂസ് ചെയ്തിട്ട് കൊള്ളാന്ന് പറഞ്ഞതും വേണമെങ്കിൽ കാണിക്കാം. അപ്പൊ ഞാൻ മേടിച്ചിട്ടുള്ള ക്ലെൻസിങ് ഓയിൽ എന്ന് പറയുന്നത് ഇത് കോൺഷ്യസ് കെമിസ്റ്റിന്റെ, നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം, ഇതിനകത്ത് കണ്ടാൽ മനസ്സിലാവില്ല. അൾട്രാ ലൈറ്റ് ഓയിൽ ക്ലെൻസർ ആണ്. നാച്ചുറൽ ഒറിജിൻ പ്ലാന്റ് ഓയിൽസ് ക്ലെൻസ് നറിഷസ് റിവീൽസ് gently removes waterproof makeup and impurities for all skin types. ഇതിന് 330 അങ്ങനെ എന്തോ ആയിരുന്നു ഇതിന്റെ റേറ്റ് ആമസോണിൽ ഉണ്ടായിരുന്നു. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു മിനിറ്റ്, ഞാൻ ലിങ്ക് കേൾക്കാൻ വേണ്ടി ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൂടെടുക്കുന്ന ഐസ്. അപ്പം ഇതാണ് ക്ലെൻസിങ് ഓയിൽ. ഇനി നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ മാത്രം സ്കിൻ കെയർ ചെയ്താൽ പോരെ, നൈറ്റിൽ സ്കിൻ കെയർ ചെയ്യണം. നൈറ്റിൽ സ്കിൻ കെയർ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രാവിലെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് സണ്ണിൽ നിന്ന് പൊല്യൂഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇടുന്നു, അതൊക്കെ അത്രയും മാത്രം മതി. എന്നാൽ നൈറ്റിൽ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ക്ലീൻ ചെയ്തിട്ട് നമുക്കുള്ള സ്കിൻ ഇഷ്യൂസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റീവ്സ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ നൈറ്റിലാണോ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടും സീരിയസ് ആയിട്ടും കാണാറുള്ളത് നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീനാണ്. നിങ്ങൾ ഓക്കെ, നല്ല മാറ്റം ഉണ്ടാവും. നമ്മൾ ആദ്യം മുടി കെട്ടി വെക്കുക, കാരണം ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഈ എണ്ണ ഉള്ള സാധനമൊക്കെ മുടിയിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തോട്ട് ടച്ച് ചെയ്ത് കിടക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലത്തെ ഒരു ബോ യൂസ് ചെയ്ത് ഫ്രണ്ടിലത്തെ ഹെയർ മാത്രം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഈ ക്ലെൻസിങ് ഓയിൽ ഉപയോഗിച്ച് ചെയ്യണം. ആദ്യം നമ്മൾ റിങ്സ് എല്ലാം മാറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേദനിക്കും, മുഖത്ത് കൊള്ളും. സോ നമ്മൾ റിങ്സ് എല്ലാം മാറ്റും. ഇനി ഈ ക്ലെൻസിങ് ഓയിൽ ഈ സംഭവത്തിനകത്ത് നമുക്കൊരു ഓപ്പണിങ് ആൻഡ് ക്ലോസ് സാധനം വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഓ മൈ ഗോഡ്, എവിടൊക്കെയോ കണ്ടല്ലോ. ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ആവും, മറ്റു രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ക്ലോസ് ആവും. വേറെ ക്യാപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് അത്യാവശ്യം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല, അത്യാവശ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. എൻ്റെ മൈലാഞ്ചി ഇരിക്കുന്നതുകൊണ്ട് എനിക്കെന്താ പോലെ. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി ഇത്തിരി മറ്റേനേക്കാളും ഞാൻ യൂസ് ചെയ്ത ക്ലെൻസിങ് ഓയിലിനേക്കാളും ഇത്തിരിയുടെ തിക്കാണ്. ഇനി നമ്മൾ ഇതിനെ റബ്ബ് ചെയ്യുക. ഡയറക്റ്റ് ഡ്രൈ ആയിട്ടുള്ള ക്ലിപ്പ് ഇടണ്ടായിരുന്നു, സാരമില്ല. ഓക്കെ, എനിക്ക് പോയി എണീറ്റ് ക്ലിപ്പ് എടുക്കാൻ വയ്യ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മുഖത്തൊന്ന് ഇളകി നമ്മളിന്ന് എന്താ പറയാ, സ്കിൻ ടിൻറ്റ് ആയ മറ്റേ ടിൻറ്റഡ് സൺസ്ക്രീൻ പോലും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമാണ്. അപ്പോൾ ഈ സാധനത്തിൽ നിന്ന് മാത്രമായിട്ട് എൻ്റെ മുഖത്തുനിന്ന് ഇളകി വരുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ റബ്ബ് ചെയ്യേണ്ടത് ഒരു 10 to 15 മിനിറ്റ്സോളം നല്ല രീതിയിൽ റബ്ബ് ചെയ്യാന്നുള്ളതാണ്. 10 മിനിറ്റ്സ് ആയാലും മതി. നല്ല രീതിയിൽ റബ്ബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അഴുക്കൊക്കെ ചുരുണ്ട് കയ്യിലുള്ളത്. അപ്പോഴേക്ക് തോന്നും നമ്മുടെ മുഖത്ത് ഇത്രയും അഴുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഭയങ്കര നല്ലതായിരിക്കും. കാരണം എന്തായാലും മേക്കപ്പ് യൂസ് ചെയ്തിട്ട് മുഖം അതുപോലെ കിടന്നുറങ്ങരുത്, പണി കിട്ടും. അതുകൊണ്ട് എപ്പോഴും റിമൂവ് ചെയ്തിട്ട് മാത്രം കിടക്കുക. മിസ്ലർ വാട്ടർ കൊണ്ടെല്ലാം പോകണമെന്നും ഇല്ല. സോ ക്ലെൻസിങ് ഓയിൽ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഒരുപാട് ക്ലെൻസിങ് ബാമുകളും അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ക്ലെൻസിങ് ബാമുകളെക്കാളും ക്ലെൻസിങ് ഓയിലുകളാണ് ഇത്തിരി കൂടി ഇഷ്ടം. കാരണം എനിക്ക് തോന്നുന്നു ബെറ്റർ റിമൂവർ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ബ്ലാക്ക് ഹെഡ്സിനും വൈറ്റ് ഹെഡ്സിനും അതുപോലെ കുഞ്ഞു കുഞ്ഞ് ബംസ് ഒക്കെ റിമൂവ് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തത് ക്ലെൻസിങ് ഓയിൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള ക്ലെൻസിങ് ഓയിൽ ആട്ടോ. ഇത് അത്യാവശ്യം ഞാൻ നോക്കിയതിൽ നല്ല ക്ലെൻസിങ് ഓയിലൊക്കെ വരുന്നത് 400 അല്ലെങ്കിൽ 500. നല്ലതെന്ന് പറയാനുള്ളത് നമുക്കൊരു 1000 അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാം ഒരു 400-500 വരുന്നതാണ്. പിന്നെ അടുത്തുള്ളതിൽ വെച്ച് ഏറ്റവും റേറ്റ് കുറഞ്ഞ ഞാൻ കണ്ടത് ഈ ഒരു സംഭവമാണ്. നമുക്ക് 330 എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അഫോർഡബിൾ ആയിട്ടുള്ള ക്ലെൻസിങ് ഓയിൽ പറയൂ എന്നുള്ളത്. അപ്പൊ ഞാൻ മേടിച്ചിട്ട് കൂടെ ഒന്നോടൊന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ അത്യാവശ്യം നമുക്ക് നല്ലത് സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിലൊക്കെ ഭയങ്കര നല്ലതാട്ടോ. സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽ 500 സംതിങ് ആണ്, 550 എന്തോ ആണ് അതിന്റെ റേറ്റ്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഭയങ്കര നല്ലതാണ്, അത് നല്ലതാണ്. പിന്നീട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പെൻസീവ് ക്ലെൻസിങ് ഓയിലിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട DHCയുടെ ക്ലെൻസിങ് ഓയിലാണ്. DHCയുടെ ഡീപ് ക്ലെൻസിങ് ഓയിൽ. അതിന്റെ ഒരു 600 രൂപയുടെ എന്താ ശരി ഗൈസ്, നമുക്കിന്ന് ബിരിയാണി കിട്ടുമെന്നാണ് അറിവ്.
അമ്മ ഇപ്പൊ വന്നിട്ട് പറഞ്ഞു ബിരിയാണി തരാൻ. ഞാൻ ഈ സ്കിൻ കെയർ ചെയ്തിട്ട് എനിക്ക് കഴിക്കണമല്ലോ. വീഡിയോ നേരത്തെ ഇടണം എന്നുണ്ടായതാണ് ഞാൻ നൈറ്റ് ആൻഡ് സ്കിൻ കെയർ റൂട്ടീൻ ഇപ്പോഴേ ചെയ്യുന്നത്. കഴിവതും നിങ്ങൾ പല്ലൊക്കെ തേച്ചതിന് ശേഷം സ്കിൻ കെയർ ചെയ്യാൻ നോക്കുക. കാരണം എന്താ പറയുക, ഈ ഒരു ഭാഗത്ത് നമുക്ക് കുരു വരും. നമുക്ക് ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ കുരു വരുന്ന ഭാഗമൊക്കെ അതാ. ആ ഭാഗത്ത് കുരു വന്നു കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. സോ പല്ല് തേച്ചതിന് ശേഷം മാത്രം സ്കിൻ കെയർ ചെയ്യാം. കണ്ടോ എന്താ ഞാൻ വെയിറ്റ്, അത് ഇളകി വരുന്നത് എങ്ങനെ ഞാൻ കാണിക്കും. ഞാൻ കുറച്ചുകൂടെ റബ്ബ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു സംഭവം, നമ്മുടെ ഫേഷ്യൽ എക്സസൈസുകളൊക്കെ ഉണ്ടല്ലോ, ഫേഷ്യൽ മസാജുകളൊക്കെ ഞാൻ ഈ ഒരു ടൈമിലങ്ങ് ചെയ്യും. കാരണം സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്തു പോകും. നിങ്ങൾ എൻ്റെ പണ്ടത്തെ എൻ്റെ ചാനലിന്റെ പണ്ടത്തെ വീഡിയോ, അതായത് ഏറ്റവും താഴത്തെ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാം. അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഫേസ് ഫാറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ഈ അന്നത്തെ താരതമ്യേന ഇപ്പം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് നല്ല രീതിയിൽ കുറഞ്ഞാൽ ഇപ്പൊ ഇത്തിരിയുടെ ഒന്ന് കൂടി. പക്ഷെ എന്നാലും ഈ ഒരു ഫേഷ്യൽ മസാജുകൾ, ഈവൻ വെയിറ്റ് എനിക്ക് കുറവാണെങ്കിലും ഫേസിൽ ലൈക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഒരു ജോ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ജോ എന്ന് പറയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ട്. അപ്പം അത് ഈ ഫേഷ്യൽ മസാജുകൾ കൊണ്ടാണ്. സംഭവം നല്ല ടൈം എടുക്കും എന്തെങ്കിലും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിപ്പോ എന്തോ ആണെങ്കിലും, ഈവൻ സ്കിൻ കെയർ ആണെങ്കിലും എനിക്ക് ടൈം എടുക്കും. പക്ഷെ ഇത് വെർത്ത് ആണ് ഗൈസ്. നമുക്ക് സ്കിന്നിനകത്തും ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും. കണ്ടോ ഗൈസ്, നമ്മള് എന്താ പറയാ, ക്ലെൻസിങ് ഓയിൽ ഏറെക്കുറെ നമ്മുടെ പണി പരിഹരിച്ചിട്ടുണ്ട്. ഞാനിപ്പോ എനിക്ക് എങ്ങനെ കാണിച്ചിരണം എന്നറിയടാ, കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് വളരെ ടൈനി അഴുക്കായിരുന്നു. അപ്പം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നമ്മള് മസ്കാര ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ മസ്കാരയും കൂടെ ഒന്ന് റിമൂവ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ക്ലെൻസിങ് ഓയിൽ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കരുത്. ഇങ്ങനെ എന്താ പറയുക, ഇച്ചിരി പ്രോഡക്റ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം. ഇനി ഞാൻ പോയിട്ട് ഇത് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചിട്ട്. ഓക്കെ, ആദ്യം കയ്യിൽ ഇത്തിരി വെള്ളം നനയ്ക്കണം. എന്നിട്ട് ഫേസിലോട്ട് റബ്ബ് ചെയ്യുമ്പോൾ വെള്ള കളറിൽ പോലെ ഇളകി വരും. വെയിറ്റ്, ഞാൻ കാണിച്ചുതരാം. ഞാൻ ഈ ഫോണെങ്കിലും എടുത്തോണ്ട് പോട്ടെ. ഇനി നമ്മളിത് വാഷ് ചെയ്യാൻ പോവാണ്. എക്കോ അടിക്കും കാരണം വാഷ്റൂമിലാണ്. ആദ്യം ഞാൻ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് ആദ്യം കയ്യിലുള്ള ക്ലെൻസിങ് ഓയിൽ വാഷ് ചെയ്ത് കളയാം. എൻ്റെ ഇപ്പോൾ കയ്യിൽ ഇത്തിരി വെള്ളം നനച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മെൽറ്റ് ചെയ്യുമ്പോൾ റബ്ബ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കണ്ടോ വെള്ളം ഇത് സോപ്പ് പോലെ ആകുന്നുണ്ടോ? ഇങ്ങനെ സോപ്പ് പോലെ ആവാൻ നോക്കുക. മാക്സിമം ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴുകുക. വെയിറ്റ്, ഈ ഒരു വാഷിൽ തന്നെ നമ്മുടെ ഹാഫ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. നമ്മൾ ഇങ്ങനെ വെള്ളം നനച്ച് ഇങ്ങനെ റബ്ബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് റിമൂവ് ആവത്തില്ല. അപ്പം അത് കാരണം നിങ്ങൾക്ക് കുരു വരും. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ള സാധനം കാണുന്ന വരെ നല്ല രീതിയിൽ റബ്ബ് ചെയ്യോ. ഇനി ഞാൻ വാഷ് ചെയ്യട്ടെ. ഇത്രയും ഞാൻ വാഷ് ചെയ്തിട്ടും എന്റെ പൊട്ട് പോയില്ലെന്നുള്ളതാണ്. ഷൗട്ട് ഔട്ട് ടു ഐടെക്സ് പൊട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും മുഖം കഴുകി ഇനി നമ്മളൊരു സാധാ ക്ലെൻസർ എടുക്കണം. അപ്പൊ ഞാൻ ഈ സാധനം പുതിയതായിട്ട് മേടിച്ചതേ ഉള്ളത്. നമ്മള് ഹൈപ്പൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ, കൃത്രിക് സലോന്റെ ബ്രാൻഡാണ് അവരുടെ. നമ്മുടെ ഈ ഒരു ക്ലെൻസർ ആണ് ഇത്. ക്ലാരിഫൈങ് ആക്നെ ക്ലെൻസർ ആണ്. സാലിസിലിക് ആസിഡ് ഉണ്ട്, കണ്ണും കാണാൻ ഭയങ്കര, സിങ്ക് ഒക്കെ ഉണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. അപ്പം എനിക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണ്. നമുക്ക് സാലിസിലിക് ആസിഡ് നല്ല രീതിയിൽ ആക്നെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ടൈം ട്രൈങ് ആണ്. അപ്പോൾ ഒരു ഓണസ്റ്റ് റിവ്യൂ നമുക്കിപ്പോ നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഒരു മഞ്ഞ കളറാണ്. ഓക്കെ, നമ്മൾ ഏത് ക്ലെൻസർ ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും ഇതുപോലെ കുറച്ചെടുത്തിട്ട് നല്ല രീതിയിൽ പതപ്പിക്കുക. നമ്മൾ ഡയറക്റ്റ്, എനിക്കറിയാവുന്ന മിക്ക എല്ലാ ആൾക്കാരും ഡയറക്റ്റ് മുഖത്തോട്ടിട്ട് ഒഴിക്കുന്ന കാണാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ റബ്ബ് ചെയ്ത് അണ്ടിൽ നല്ല രീതിയിൽ ഫോമായി ഒരു ക്രീമി പരുവമാവുന്ന വരെ നിങ്ങൾ എടുക്കുക. അതുപോലെ ഒരുപാട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ട. ഇനി നല്ല രീതിയിൽ റബ്ബ് ചെയ്യുക.
ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്റെ ഫേസ് ഡിഫറൻസ് കാണാൻ പറ്റുന്നു. വീഡിയോയുടെ ആദ്യത്തുള്ള എന്റെ ഫേസും ഇപ്പോഴുള്ള ഫേസും തമ്മിൽ നിങ്ങൾക്ക് മുടി ഞാൻ ക്ലിപ്പ് ചെയ്യേണ്ടായിരുന്നു. അത് എന്റെ വീട്ടിൽ മണ്ടത്തിന് ഞങ്ങൾ കാണിക്കാതെ മുടി എന്തായാലും ക്ലിപ്പ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇങ്ങനെ മുഖത്ത് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ കഴിവതും ഇതുപോലുള്ള സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഇത് എനിക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടു. ബേണിങ് സെൻസേഷൻസ് ഒന്നുമില്ല. ഇറ്റ്സ് എ ഗുഡ് സൈൻ. കഴുകി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ, ഡ്രൈ ആക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് നമുക്കിപ്പോൾ നോക്കട്ടെ. അപ്പൊ ഇതുപോലെ ഒരു 60 സെക്കൻഡ്സ് എങ്കിലും, അത്രയല്ല 60 സെക്കൻഡ്സ് മാക്സിമം, കാരണം 1 മിനിറ്റ് കൂടുതൽ ഫേസ് വാഷ് ഒന്ന് റബ്ബ് ചെയ്യരുത്. ഓക്കെ, മുഖം കഴുകാൻ നിൽക്കുമ്പോൾ മാത്രം നമ്മൾ കണ്ണു മറിക്കുമ്പോൾ പുറകിലാണ് ഒരു വന്ന് നിൽക്കുന്നൊരു തോന്നല്. എനിക്ക് മാത്രമാണ് തോന്നലുള്ളൂ. ഇത് രാവിലെ കോൺസറിങ് കണ്ടോ എന്നെനിക്കറിയുള്ളൂ. പക്ഷെ മുഖം കഴുകാനായിട്ട് നമ്മളൊരു കണ്ണടയ്ക്കാൻ തോന്നുമ്പോൾ പുറകിൽ ആരോ വന്ന് നിൽക്കുന്ന പോലൊരു തോന്നല്. അതുകൊണ്ട് എനിക്കൊരു മടി കണ്ണടയ്ക്കാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് ഒബ്വിയസ്ലി ഇഷ്ടപ്പെട്ടു. ഡ്രൈയിങ് ആയിട്ട്, സാധാരണ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈയിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ബട്ട് യു ക്യാൻ സീ ഡെഫിനറ്റ്ലി ഡ്രൈയിങ് അല്ല. കണ്ടോ നിങ്ങൾ, ഞാൻ പറഞ്ഞ ആക്നെ 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ റെഡ്യൂസ് ആയി കേട്ടോ. ഇതെന്തുവാ? ഇത് എന്റെ കഴുത്തിലെ അവിടെ വരുന്ന പൊട്ടാണോ? ഓക്കെ, എനിക്ക് പൊട്ടുന്ന. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, മുഖം കഴുകിയിട്ട് നിങ്ങളുടെ കയ്യിൽ മൈക്രോ ഫൈബർ ക്ലോത്തുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഫേഷ്യൽ ടിഷ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മുഖം ലൈക്ക് തുടയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എയർ ഡ്രൈ ചെയ്യുക. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഫേഷ്യൽ ടിഷ്യൂസ് ഒക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മുഖം തുടയ്ക്കുന്നില്ല. എയർ ഡ്രൈ ചെയ്യുക. എസ്പെഷ്യലി ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ തുടയ്ക്കരുത്. ഇനി ഞാൻ എന്റെ സ്കിൻ കെയർ ബാക്കി ചെയ്യാം. അപ്പം എന്റെ ബാക്കിയുള്ള സ്കിൻ കെയർ എല്ലാം മിക്ക എല്ലാ വീഡിയോസും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഉള്ളൂ. ഞാൻ ഇപ്പൊ ഈ ഒരു ആക്നെ നിൽക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറിൽ അത് മോയ്സ്ചറൈസർ മാത്രമേ ഇനി യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ക്ലെൻസിങ് ഓയിൽ, സുഗന്ധ, ഈ കോഷ്യസ് കെമിസ്റ്റ്, ഈ ഒരു സാധനം ഇതാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.